നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അല്ലെ നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചതിന്റെ റീസൺ എന്താണ്? സാറേ ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു ഉണ്ണി മറന്നുപോയതാ. എന്താണെന്ന് ചോദിച്ചേ? അതെനിക്ക് പറയാൻ താല്പര്യമില്ല. ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ശരിക്കും കുത്തുന്നു അല്ലെങ്കിൽ കാരണം ഞാൻ അത്രയും നിനക്കറിയാമല്ലോ ഞാൻ എന്തോരം വിഷമിച്ചെന്ന്. എനിക്ക് നല്ല വിഷമുണ്ട് അല്ലടാ എന്നോട് നീ ഉണ്ടോ. അപ്പൊ നീ നിന്റെ ഉള്ളിലുണ്ടായിരുന്ന എന്നോടുള്ള സ്നേഹം അപ്പൊ നീ ചുമ്മാ നാടകമായിരുന്നു. ഞാനും നിന്റെ അടുത്ത് അതുപോലെ തന്നെ സ്നേഹമായിരുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരെ തിരിച്ച് സ്നേഹിക്കാൻ എനിക്കറിയും, എനിക്കറിയില്ല. ഞാൻ പക്ഷെ നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല. ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. നമ്മൾ തമ്മിലുണ്ടെങ്കിൽ അത് തീർത്തിട്ട് പോന്നീ. നീ സംസാരിച്ചാ മതി. ഈ പ്രശ്നം പറഞ്ഞു തീർക്കാതെ നീയോ നിന്റെ അച്ഛനോ എവിടെ പോകില്ല. ബാക്ക് സ്റ്റാബിങ് ആരാ ചെയ്തെന്നറിയാവോ? നിന്റെ PR. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അവൻ തന്നെയായിരുന്നു എന്റെ PR. കള്ളക്കൂട്ടങ്ങളാ മൂന്നും. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തോരം പൈസ അവൻ വാങ്ങിച്ചെന്നറിയാവോ? കണക്കായിപ്പോയി. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി വീഡിയോ ഇട്ടിട്ടാണ് അവൻ ബാക്ക് സ്റ്റാബ് എന്നും പറഞ്ഞിട്ട് കുറെ കട്ടപ്പേട സാധനം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ലാതെ ഞാൻ നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല. താൻ പറയുന്ന ഈ പുളുകേട്ട് കാത്തിരിക്കാൻ തന്നെ പോലെ എന്റെ അപ്സ്റ്റെയർ വേക്കന്റ് അല്ല. എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ കളി വേണ്ട. സൂചി കയറ്റാൻ സ്ഥലം തന്നാ അതിലൂടെ ഒലക്ക കയറ്റാൻ ശ്രമിക്കുന്ന ആളാ താൻ. ഞാനെല്ലാം മറന്നു തന്റെ വിചാരം. ചട്ടത്തരം കാണിക്കാവോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. വെറുതെ അല്ല നന്നാവാത്തത്. എത്ര മോശമാക്കാവോ അത്ര മോശമാക്കിയിട്ടുണ്ട്. ആണെങ്കിൽ കണക്കായി പോയി. നീ ഒട്ടും മോശമൊന്നുമല്ല. ഇവിടെ വരുമ്പോ ഞാൻ സംസാരിക്കരുതെന്ന് വിചാരിച്ച കാര്യം. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? നീ മൊണ്ണാന്ന് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഈ കുട്ടേട്ടന് ഇടയ്ക്ക് എങ്ങനെയാ ആരാ എന്താന്ന് നോക്കാതെ എന്തെങ്കിലുമൊക്കെ പറയും. ശൈത്യ കട്ടപ്പാന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ ഇട്ട് കൊടുത്ത്. അത് നിനക്കറിയാവോ? അത് കയ്യിലിരിപ്പിന്റെയാ. അതെ കയ്യിലിരിപ്പിന്റെ. ഒരു പെങ്കൊച്ചിന്റെ സീക്രട്ട് വിളിച്ചു പറഞ്ഞു നടക്കുന്ന മോശമില്ലയോ? അതിനവൾ ഒന്ന് തന്നൂന്ന് വെച്ച് നമുക്ക് വല്ലതും പറയാൻ പറ്റും.